സോദര, ഈ വിളിച്ചു പാടൂ. കേൾക്കട്ടെ കാതുകൾ, പൊഴിക്കട്ടെ പൊഴിക്കട്ടെ കണ്ണുകൾ. ശുദ്ധമാവട്ടെ ശുദ്ധമാവട്ടെ സകലതും. മുൻപ് പ്രൊഫഷണൽ വേദികളിൽ ആശയവും നിലപാടും തിരക്കഥയിലെ വരികളിലൂടെ അറിയിച്ചതാണ്. ഈ സ്ത്രീകൾക്കെല്ലാം എന്താ ഒരേ മുഖഛായ? ഇതിലേതാണ് എന്റെ അമ്മ? ആരാണ് എന്റെ സഹോദരി? ഒന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. പഴയ നാടകം തന്നെയാണ് തട്ടകം. എങ്കിലും വേദികൾക്ക് മാറ്റമുണ്ടായി. കാഴ്ചക്കാർക്ക് തൊട്ടടുത്ത് അവരുടെ ഇടങ്ങളിലേക്ക് കലാകാരൻ ഇറങ്ങി. ഒരു കലാകാരൻ എന്ന നിലയിൽ എനിക്കെന്ത് ചെയ്യാൻ കഴിയും എന്ന ഒരു തീരുമാനമാണ് 20 മിനിറ്റ് ദൈർഘ്യമുള്ള കുടമാറ്റം എന്ന ഈ കലാസൃഷ്ടി. ആ ഒരു തീരുമാനത്തിലേക്ക് വരികയും ഞാനത് അവതരിപ്പിക്കുകയും ചെയ്യുന്നത്. നെയ്യാറ്റിങ്കര വെള്ളറട സ്വദേശിയായ സുനിൽ കൃഷ്ണയുടെ കുടമാറ്റം എന്ന ഏകാംഗ നാടകം ലഹരി വിരുദ്ധ സന്ദേശം കൈമാറുമ്പോൾ അത് കാലത്തിന്റെ അനിവാര്യതയാണെന്ന് കലാകാരൻ. 10 മിനിറ്റുള്ള ഒരു വീഡിയോ പോലും നേരെ കാണാൻ അവർക്ക് സമയം കിട്ടുന്നില്ല. അങ്ങനെ ഒരു യുഗത്തിൽ എൻ്റെ ഈ എളിയ 20 മിനിറ്റുള്ള ഒരു കുടമാറ്റം എന്ന നാടകം വളരെ നല്ല രീതിയിൽ തന്നെ യുവതലമുറ അത് സ്വീകരിക്കുന്നു എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷവും എൻ്റെ ഏറ്റവും വലിയ ഒരു പ്രതിഫലവും. ലഹരിക്ക് അടിമയായ ഒരു യുവാവിന്റെ ജീവിതത്തിലെ പല ഘട്ടങ്ങൾ തുറന്നു കാട്ടുന്നുണ്ട് നാടകം. തിരശ്ശീല വീഴുമ്പോൾ അവസാനിക്കുന്നതല്ല കലയെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്ന ദൗത്യവുമായി നാടകം പ്രദർശനം തുടരുകയാണ്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. രാഹുൽ ജി നാഥ് ചേരുന്നുണ്ട് തത്സമയം. രാഹുൽ, നമ്മുടെ സമൂഹത്തിൽ ഇന്ന് പിടിമുറുക്കുന്ന ഏറ്റവും വലിയ വിപത്ത് എന്താണ് എന്ന് ചോദിച്ചാൽ അത് ലഹരി തന്നെയാണ്. അതിനെതിരെ ഓരോരുത്തരും അവരെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ പോരാട്ടങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പം നമ്മൾ മാതൃഭൂമി ന്യൂസിലൂടെയാണെങ്കിലും ലഹരിക്കെതിരായ പരമ്പരയൊക്കെ കൊടുത്തിരുന്നു ആളുകളുടെ ശ്രദ്ധയിലേക്കായി. അപ്പോൾ ഇദ്ദേഹത്തിന് അറിയുന്നത് കലയാണ്, നാടകമാണ്. ആ കലയിലൂടെ തന്നെ അതിനെതിരായ ഒരു പോരാട്ടം സംഘടിപ്പിക്കുകയാണ്. അപ്പോൾ 100-ലധികം വേദികൾ ഇതിനകം തന്നെ പിന്നിട്ട് കഴിഞ്ഞു. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അതിന് കിട്ടുന്ന ഒരു സ്വീകാര്യത എത്രത്തോളമാണ് എന്നും. അങ്ങനെ തന്നെയാണ്. കാരണം ദിവസങ്ങൾക്ക് മുൻപാണ് ലഹരി വിരുദ്ധ ദിനം കടന്നുപോയത്. ഇപ്പം നമ്മൾ ശ്രമിക്കുന്നത് ലഹരിക്കെതിരെ ഏതെങ്കിലും മനുഷ്യർ, ഏതെങ്കിലും സ്ഥാപനങ്ങൾ അവർ ചെറുതായിട്ടാണെങ്കിൽ പോലും വ്യത്യസ്തമായി അവരുടെ ജീവിതത്തിൻ്റെ ചിട്ടകളെ മാറ്റി അല്ലെങ്കിൽ ജീവിക്കാനായി ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിലേക്ക് ആശയം കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് കാണാതെ പോകാൻ കഴിയില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഏതെങ്കിലും വ്യക്തിയോ സ്ഥാപനം ഉണ്ടെങ്കിൽ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ള വലിയ ദൗത്യമാണ് നമുക്കുള്ളത്. കാരണം നമുക്ക് ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ നിരന്തരം ഈ ലഹരി പിടിക്കപ്പെട്ടതുമായിട്ടുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇടയ്ക്ക് നമുക്ക് സ്വയം റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്കും അത് പറയാൻ കഴിയുന്ന നമുക്കെല്ലാവർക്കും ആശ്വാസമായി ഇത്തരം മനുഷ്യരുണ്ടല്ലോ എന്നുള്ള കാര്യം കൂടിയാണ് ഈ വാർത്തയിലൂടെ പറഞ്ഞത്. കാരണം കോവിഡിന് ശേഷം പ്രൊഫഷണൽ നാടകത്തിനൊക്കെ ഉണ്ടായ ഒരു തളർച്ച അതെല്ലാം നമ്മൾ പറഞ്ഞതാണ്. പിന്നീട് ആ കലാകാരന്മാർ മറ്റു മേഖലയിലേക്ക് ചേക്കേറുന്നു. അവിടെയും ഈ മനുഷ്യൻ, ഇപ്പോൾ ഈ സുനിൽ എന്ന് പറയുന്ന മനുഷ്യൻ മറ്റു മേഖല തിരക്കാതെ നാടകം തന്നെയാക്കി തട്ടകം നാടകമാക്കുമ്പോൾ നാടകത്തിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? അത് കാൽപ്പനികമായ കഥയല്ല. കഥയൊക്കെ നല്ലത് തന്നെയാണ്. കാൽപ്പനികമായ കഥയല്ല, മറ്റ് ചരിത്ര വസ്തുക്കളല്ല, പൗരാണികമായ ആഖ്യാനങ്ങളല്ല. മറിച്ച് അത് ഇന്ന് സമൂഹം നേരിടുന്ന പ്രശ്നം, ആ പ്രശ്നത്തെക്കുറിച്ച് പറയുമ്പോൾ എവിടെയാണ് പറയുന്നതാണ് പ്രശ്നം. എവിടെയാണ് പറയുന്നത്? അത് പറയുന്നത് ഓരോ വിദ്യാലയങ്ങളിലും പോയി, ക്ലബ്ബുകളിൽ പോയി, നാടുകളിൽ പോയി, നാടുകളിൽ ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിൽ പോയി ചെയ്യുന്നു. അത് ഒറ്റയ്ക്ക് ചെയ്യുന്നു, ഏകാംഗ നാടകത്തിൻ്റെ രൂപത്തിൽ ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ജീവിതമാർഗം കൂടിയാണിത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോഴും അതിൽ ഈ ലഹരി വിരുദ്ധ ആശയം മുന്നോട്ട് വെക്കുന്നു. 20 മിനിറ്റാണുള്ളതെങ്കിൽ 20 മിനിറ്റും ഞാൻ ആളുകളെ പിടിച്ചിരുത്താൻ ഞാൻ കെൽപ്പുണ്ടായിരിക്കണമെന്ന് തോന്നലുണ്ട്. കാരണം റീൽസിൻ്റെ കാലഘട്ടമാണ്. ഒന്ന് മടുത്താൽ സ്ക്രോൾ ചെയ്ത് മറ്റൊന്നിലേക്ക് പോകുന്ന കാലഘട്ടമാണ്. ആ ബോധ്യം ഈ കലാകാരനുണ്ട്. അപ്പോഴും ഈ കാലഘട്ടത്തിൽ എനിക്ക് പിടിച്ചിരുത്താൻ കഴിയണമെന്ന് തിരിച്ചറിവുള്ള കലാകാരനാണ്. ഈ കല അത് തിരശ്ശീല വീഴുമ്പോൾ, ഞാൻ സൂചിപ്പിച്ച പോലെ തിരശ്ശീല വീഴുമ്പോൾ അവസാനിക്കുന്നതല്ല, അത് അനുസ്യൂതം തുടരുകയാണ്. അതൊരു പോരാട്ടം കൂടിയാണ്. അങ്ങനെ ഈ കലയിലേക്കെത്തി ഒരു മാറ്റമുണ്ടാകാൻ ആരെങ്കിലും ശ്രമിക്കുകയാണെങ്കിൽ അതുകൂടി കലാകാരൻ്റെ പ്രതിഫലമായി കാണുന്ന ഒരു കലാകാരനെ അവതരിപ്പിക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് പലരും പാട്ടിലൂടെ ഈ പാട്ടിനും കലയ്ക്കുമൊക്കെ എത്രമാത്രം ശക്തിയുണ്ട് എന്ന് തെളിയിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇവരെയൊക്കെ അവതരിപ്പിക്കുക എന്നുള്ള ദൗത്യം കൂടി നമ്മൾ ഏറ്റെടുക്കുകയാണ്.
തീർച്ചയായിട്ടും രാഹുൽ, ഇപ്പോൾ സുനിലിന്റെ ഒരു പോരാട്ടം, ലഹരിക്കെതിരായ ആ ഒരു നീക്കം എന്ന് പറയുന്നത് സ്കൂളുകളും കോളേജുകളും ഒക്കെ കേന്ദ്രീകരിച്ചാണ്. അപ്പോൾ നമുക്കറിയാം സ്കൂളുകളിലും കോളേജുകളും ഒക്കെ കേന്ദ്രീകരിച്ച് നടക്കുന്ന ലഹരി വിൽപ്പന, അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എത്രത്തോളമാണ് എന്നൊക്കെ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ രീതിയിൽ തന്നെയാണ് സുനിൽ മുൻപോട്ട് പോകുന്നത്. തനിക്കൊപ്പം ആരും വേണ്ട, ഒറ്റയ്ക്ക് ലഹരിക്കെതിരെ പോരാടാനും ആ വിപത്ത് എന്താണ് എന്ന് മനസ്സിലാക്കി അതിനെതിരെ നീങ്ങാനും സുനിലിന് കഴിയുന്നുണ്ട്. അതെന്തായാലും ഒരു മികച്ച കാര്യമാണ്, മാതൃകയാക്കി എടുക്കാവുന്ന ഒരു നീക്കമാണ്.